പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാസനം പ്രസാദവര മാതാവേ, അമ്മയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥനാപൂർവം ആയിരിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളെയും ഞങ്ങളുടെ വീടിനെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിനം ഞങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, ചിന്ത, ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങൾ, ഞങ്ങൾ പുറത്തു സഞ്ചരിക്കുമ്പോഴും ഭവനത്തിനായിരിക്കുമ്പോഴും പരിശുദ്ധ മാതാവേ, അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ അമ്മയുടെ സംരക്ഷണത്തിന്റെ മേലങ്കിയാൽ നമ്മളെ സംരക്ഷിക്കുവാനായി ഈ നിമിഷം നമുക്ക് ഭക്തിപൂർവം പ്രാർത്ഥിക്കാം. പരിശുദ്ധ മാതാവേ, അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥവും സഹായവും അപേക്ഷിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ വീടിനെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ. അവിടുന്ന് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിൽ വിശ്വസിച്ച് ഈ പ്രാർത്ഥന ഞാൻ തുടരുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇരുണ്ട നിമിഷങ്ങളിൽ തിളങ്ങുന്ന നക്ഷത്രമേ, അമ്മയുടെ സംരക്ഷണ കവചം ഞങ്ങളുടെ മേൽ നീട്ടുവാൻ സ്നേഹനിധിയായ അമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങൾ നിസ്സഹായരും ദുർബലരുമാകുമ്പോൾ ഞങ്ങളെ സഹായിക്കണമേ. അത്തരം സാഹചര്യങ്ങളിൽ പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ വരുമ്പോൾ അമ്മയുടെ സംരക്ഷണത്തിന് കീഴിൽ ഞങ്ങൾ അഭയം തേടുന്നു. പരിശുദ്ധ മാതാവേ, അവിടുന്ന് ദൈവം മുൻപാകെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളോടുള്ള അമ്മയുടെ സ്നേഹവും കരുതലും അനന്തവും ശാശ്വതവുമാണെന്ന് ഞങ്ങൾക്കറിയാം. ഈ നിമിഷം ഞങ്ങളുടെ ഏറ്റവും അടിയന്തരമായ അഭ്യർത്ഥനകൾ ഞങ്ങൾ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. ജീവിതത്തിൽ മറികടക്കാൻ കഴിയാത്തതായി തോന്നുന്ന ഞങ്ങളുടെ വെല്ലുവിളികളും ആശങ്കകളും അമ്മ അറിയുന്നുവല്ലോ. ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ജ്ഞാനവും ദൈവഹിതം അംഗീകരിക്കുവാനുള്ള ശാന്തതയും സ്ഥിരോത്സാഹം നിലനിർത്തുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. അമ്മയുടെ അനുപമമായ കാരുണ്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മയുടെ സഹായത്തിനായി നിലവിളിക്കുന്ന എല്ലാവരിലും അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴികൾ പ്രകാശിപ്പിക്കണമേ. ദുരിതം അനുഭവിക്കുന്ന ഹൃദയങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിഹരിക്കാനാവാത്ത ക്ലേശങ്ങൾ നേരിടുമ്പോൾ ആശ്വാസമരളണമേ. അമ്മയുടെ കരുണയുള്ള നോട്ടത്താൽ കരയുന്ന ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കണമേ. ശാരീരികവും ആത്മീയവുമായ ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. നഷ്ടപ്പെട്ട ഞങ്ങളുടെ പ്രതീക്ഷകളെ പുതുക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. സംഘർഷങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന വീടുകൾക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ ദൈവമാതാവേ, പ്രത്യേകിച്ച് വലിയ ദുരന്തത്തിന്റെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി ഞങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം അഭ്യർത്ഥിക്കുന്നു. നിസ്സഹായരായി ഞങ്ങളെ താങ്ങി നിർത്തണമേ. അടിച്ചമർത്തപ്പെട്ടവർക്ക് ആശ്വാസം നൽകണമേ. ദരിദ്രരെ സഹായിക്കണമേ. നഷ്ടപ്പെട്ടവരെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും തിരികെ നയിക്കണമേ. അസാധ്യകാര്യങ്ങളുടെ മാതാവേ, ഞങ്ങൾ അമ്മയോടുള്ള ഭക്തി പുതുക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യത്തെ ബഹുമാനിക്കുമെന്നും അമ്മയുടെ പഠിപ്പിക്കലുകൾ പിന്തുടരുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ ദൈവിക അനുഗ്രഹങ്ങളാലും വിടുതലാലും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തിന് മാത്രം സാധ്യമാകുന്ന അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാമ്മേ, അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മയുടെ മാതൃസ്നേഹത്താൽ ഞങ്ങളെ നയിക്കുകയും അമ്മയുടെ വിശുദ്ധാംഗിയാൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. അമ്മയുടെ സഹായത്തിനും മാധ്യസ്ഥത്തിനും ഞങ്ങൾ എപ്പോഴും യോഗ്യരായിരിക്കട്ടെ. അമ്മയുടെ മധ്യസ്ഥതയാൽ ദൈവത്തിന്റെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കരുണ നിറഞ്ഞ അമ്മേ, അവിടുന്ന് സ്നേഹനിധിയായ അമ്മയാണ്. അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിൽ വിശ്വസിച്ച് ഞാൻ ഈ പ്രാർത്ഥന തുടരുന്നു. സ്വർഗത്തിന്റെ രാജ്ഞിയും എല്ലാ കൃപകളുടെയും മധ്യസ്ഥയുമായ അമ്മേ, ഞങ്ങളുടെ ആവശ്യങ്ങളിലും വെല്ലുവിളികളിലും അമ്മയുടെ സഹായവും സംരക്ഷണവും അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അമ്മേ, അങ്ങ് ഞങ്ങളുടെ സഹായമാണെന്ന് ഞങ്ങൾക്കറിയാം. എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങളെ സ്വീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന അമ്മയാണ് അവിടുന്ന്. ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള പ്രതികൂല സാഹചര്യങ്ങൾക്ക് മുൻപ്
ഞങ്ങൾ അമ്മയോട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ സുരക്ഷിതമായ വഴികളിലേക്ക് നയിക്കണമേ. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ ബലഹീനതയിൽ അമ്മയുടെ സ്നേഹത്തിന്റെ മഹത്വം ഞങ്ങൾ തിരിച്ചറിയുന്നു. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ അസാധ്യമായതിന്റെ വാതിലുകൾ തുറക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അസാധ്യ കാര്യങ്ങളുടെ